ഇത് തല. പക്ഷെ ഞാൻ പറയുന്നത് തലവതിയുടെ കഥയാണ്. സാക്ഷാൽ തിരു സി ജോസഫ് വിജയ് അവർ നമ്മുടെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ഒഫീഷ്യൽ ചെയറിൽ നിന്ന് വെള്ള ടൗല് ഒഴിവാക്കി. അതൊരു VVIP സംസ്കാരം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട്. കാരണം 14 വയസ്സുള്ള ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ലിസിപ്രിയ കങ്കുജ അദ്ദേഹത്തിന് ഒരു ട്വീറ്റ് ചെയ്തു, ഈ VVIP സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ വെള്ള ടൗൽ സംസ്കാരം ഒഴിവാക്കിക്കൂടെന്ന് ചോദിച്ചിട്ട്. സോ നമ്മുടെ വിജയ് അത് ഒഴിവാക്കി ഒരു മാതൃക കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. സോ ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇത് ആക്ച്വലി ഒരു ബ്രിട്ടീഷ് ഹാങ് ഓവറിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ശീലമാണ് ഈ വെള്ള ടൗൽ സംസ്കാരം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ടൈമിൽ അവർ കൂടുതലും ലോങ് യാത്രയൊക്കെ ചെയ്യണമെങ്കിൽ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ അവരുടെ കാറുകളിലൊക്കെ ആയിരിക്കും. സോ അവർക്ക് ഇവിടുത്തെ ചൂടും ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ പൊടിയൊക്കെ പെട്ടെന്ന് വേർക്കാൻ തുടങ്ങി. സായിപ്പന്മാർക്ക് പറ്റില്ലല്ലോ. അപ്പൊ വേർക്കുമ്പോൾ ഈ സീറ്റും ലെതറൊക്കെ ആയിരിക്കും. അപ്പൊ അത് കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരൊരു ബാരിയർ ആയിട്ട് ഒരു സ്പോഞ്ച് പോലെ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഈ വെള്ളട്ടോല്. പിന്നെ അന്നത്തെ കാലത്ത് ഇവരുടെ ഓഫീസിൽ വരുന്ന ഇപ്പൊ ഈവൻ ഇന്ത്യൻ ഗസ്റ്റ് ആണെങ്കിലും ഇന്ത്യൻ ജോലിക്കാർ ഇപ്പൊ ക്ലർക്സ് ഒക്കെ ഇന്ത്യൻസ് ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ വരുമ്പോൾ നല്ല കാച്ചി എണ്ണയൊക്കെ തേച്ചിട്ടായിരിക്കും ഇവര് ഓഫീസിൽ വരിക. അപ്പൊ ഈ കാച്ചി എണ്ണ സീറ്റിൽ പറ്റി ചെളിയാവണ്ടെന്ന് വിചാരിച്ചിട്ടും ആവാം ഇവർ ഈ വെള്ള ടൗല് വിരിച്ചു തുടങ്ങിയത്. വെള്ളം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയിൽ ചെളിയായ പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിൽ കുറച്ച് ജോലിക്കാർ വേണം, അലക്കുകാർ വേണം. സോ അത്രയും റിച്ച് ആണ്, അത്രയും ലക്ഷറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അതൊരു പവർഫുൾ ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അവർ വെള്ളം യൂസ് ചെയ്ത് തുടങ്ങിയത്, വെള്ള ടൗല് യൂസ് ചെയ്ത് തുടങ്ങിയത്. പിന്നീട് ഈവൻ ബ്രിട്ടീഷുകാരുള്ളപ്പോൾ തന്നെ അവരുടെ ബ്യൂറോക്രസിയിൽ ഏറ്റവും ഹയർ ഒഫീഷ്യൽ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സായിപ്പായിരിക്കും വെള്ള ടൗല് വിരിച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആയി മാറി. ഈവൻ മേശയുടെയും കസേരയുടെ ഒക്കെ ഷേപ്പും സൈസും വരെ പവറിന്റെയും സ്റ്റാറ്റസിന്റെയും സിമ്പിൾ അനുസരിച്ച് മാറാൻ തുടങ്ങി. അപ്പൊ പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ ഈ വെള്ളട്ടോൽ സംസ്കാരം, ഈ ഒരു കൊളോണിയൽ ഹാങ് ഓവർ ഇവിടെ തുടർന്നു. നമ്മുടെ ബ്യൂറോക്രാറ്റ്സും പൊളിറ്റീഷ്യൻസ് ഒക്കെ ആ വെള്ളട്ടോല് വിട്ടില്ല. ബ്രിട്ടീഷുകാരെ വിട്ടെങ്കിലും ആ വെള്ളട്ടോൽ അവിടെ തന്നെ കിടന്നു. സോ അവരും യൂസ് ചെയ്ത് തുടങ്ങി. ഈവൻ ഒരു നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ MLA-മാര് IAS ഓഫീസേഴ്സായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് IAS ഓഫീസേഴ്സിന് മാത്രം ഒരു മീറ്റിംഗിന് ചെന്നപ്പോൾ വെള്ള ടോളുള്ള കസേരയുണ്ട്, MLA-മാർക്ക് കിട്ടിയില്ല വെള്ള ടോളുള്ള കസേര എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കി. അങ്ങനെ ഒരു വാർത്ത വരെ ഉണ്ടായിട്ടുണ്ട്. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു നമ്മുടെ ബ്യൂറോക്രസിയിലും നമ്മുടെ പൊളിറ്റീഷ്യന്റെ ഇടയിൽ ഈ വെള്ള ടൗൽ എന്നുള്ള ആ പവറിന്റെ സിമ്പൽ. അതാണ് വിജയ് അങ്ങ് ഒഴിവാക്കി കളഞ്ഞത്. അപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വെള്ള ടൗല് ഒഴിവാക്കണം ഞാൻ പറയില്ല. നമ്മുടെ ഈ ചുമന്ന ഡ്രസ്സൊക്കെ നിങ്ങൾ ഇടാറുണ്ടെങ്കിൽ അത് ഈ വെള്ള ടൗലിന്റെ കൂടി ഇങ്ങനെ അലക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ റോസ് കളറുള്ള ടൗല് കിട്ടും. അത് സ്റ്റാറ്റസ് സിമ്പൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യായിരിക്കും.